ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് കറിവേപ്പില, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഞാനിതെല്ലാം ചെറിയ സ്പൂണിൻ്റെ അളവാണ് പറഞ്ഞേക്കുന്നത്. വലിയ സ്പൂണാണെങ്കിൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, 1 സ്പൂണൊക്കെ മതിയാകും. നമുക്കിനി ഇതെല്ലാം കൂടെ അല്പം എണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. മീൻചി അരപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് പോലെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും അരച്ചെടുക്കാം. ഞാൻ കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുത്തേക്കുന്നത്. ഞാൻ 2 ഇൻഗ്രീഡിയൻസ് നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചുകൂടെ ചേർക്കുവാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കാൻ നോക്കുക. നന്നായിട്ട് ഇനി മാഗ്നേറ്റ് ചെയ്തെടുക്കാം. സബോള കനം കുറച്ച് ചെറുതായി അരിഞ്ഞു വെക്കുക. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആവുന്നതിന് വരെ വറുത്തെടുക്കുക. വറുത്തെടുത്ത ഈ സബോള മാഗ്നേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. സബോള നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറാക്കി എടുക്കുക. ഇതിലോട്ട് ഒരാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും. സബോള നല്ല ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ സബോള ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. സബോള നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഇത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറോളം നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചും സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചും സെറ്റ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കും. നന്നായിട്ട് ഇതെല്ലാം മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീൻ കഷ്ണങ്ങൾ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഗൈസ്, നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തത്, കാശ്മീരി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഫുഡ് കളർ അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.